പ്ലവനാംശം. പ്ലവം പടിഞ്ഞാറോട്ടോ, പടിഞ്ഞാറത്തെ പ്ലവവും ഇന്ന് ക്ഷയത്തിന്റെ കാര്യങ്ങളാണ് കാണിക്കുന്നത്. ക്ഷയിച്ച് കിടക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് എന്തായാലും ആ ദേവനുണ്ട്. പുഷ്പാക്ഷരത്തിന്റെ ഉപരിഭാഗത്താണ് നിൽക്കുന്നത്. അപ്പം നിങ്ങളെ അനുഗ്രഹിക്കാനാണ് ദേവനുണ്ട്. പക്ഷെ ദേവന്റെ കാര്യങ്ങളെല്ലാം എന്ന് അധോമുഖം ക്ഷയമായിട്ട് കിടക്കുന്ന അവസ്ഥയാണ് പറയുന്നത്. നല്ല വെളിപ്പുറത്തുള്ള ദേവചൈതന്യം എന്ന് പറയുന്നത് പുഷ്പാക്ഷരത്തിന്റെ സംയോജികം തന്നെ ഏറ്റവും പ്രബലമായിരിക്കുന്ന ദേവാദി ദേവന്മാരാണ് ഇവിടുത്തെ പറയുന്നത്. മിഥുനൻ രാശി നല്ല ചൈതന്യവത്തായിരിക്കുന്ന രാശി വന്നിരിക്കുന്നത്. പക്ഷെ ചൈതന്യ ഹാനിയുണ്ട് എന്ന് കാണിച്ചിരിക്കുന്ന പ്രധാനമായിട്ടും ഇതിനൊക്കെ പരിഹാരങ്ങൾ. വൈകല്യങ്ങൾക്ക് പ്രധാനമായിട്ട് 12 വ്യാഴം വൈകല്യപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ് പറയുന്നത്. അതിനൊക്കെ പരിഹാരങ്ങൾ വേണമെന്നാണ് നമുക്കൊരു കിഞ്ചിൽ ഫലം. അത്രയും പോരെ. ദൈവാനുഗ്രഹം മറഞ്ഞു കേട്ടോ. ഒരു രാശിയുണ്ട്, ആരുടെ രാശി കൊണ്ട് ദൈവാനുഗ്രഹം മറിഞ്ഞു. ഇനി 6 രാശി കൊണ്ട് ചിന്തിക്കും അതിൽ എത്രത്തോളം അനുകൂലം ഉണ്ടെന്നൊക്കെ നമുക്ക് അതിന് ശേഷം ചിന്തിക്കാം. ഇപ്പം സ്വർണ്ണാരൂഢത്തിൽ വ്യാഴം മറിഞ്ഞ് വ്യാഴം പ്രതികൂലാവസ്ഥയിൽ ദേവന്റെ കോപങ്ങളായിട്ട് കാണിച്ച് വൈകല്യങ്ങളുണ്ടെന്ന് കാണിച്ച് അതിനെയൊക്കെ പരിഹരിക്കണം. അക്ഷരത്തിന്റെ ഉപരിഭാഗത്ത് സ്വർണം വന്നത് ഇനി മേൽക്കുമേൽ അഭിവൃദ്ധി ഉണ്ടാവും എന്ന് കാണിച്ചതുമാണ്. അപ്പൊ നേരെവണ്ണം ആക്കിയാൽ ഇവിടെ ഏറ്റവും അഭിവൃദ്ധിയായിരിക്കുന്ന ദേവാരാധന സ്ഥാനമായിട്ട് വരികയും ഉത്തരോത്തര അഭിവൃദ്ധി ഉണ്ടാവുകയും ചെയ്യും എന്ന് പറയുന്നു. ആയുസ്സിനും ആരോഗ്യത്തിനും ഇതുണ്ടാവും. ഇപ്പൊ ആയുസ്സിനും ആരോഗ്യത്തിനും ക്ഷയം പറയുന്നു. അത് കുടുംബത്തിലുള്ളവർക്കൊക്കെ അപമൃത്യു മൊത്തമായിരിക്കുന്ന ദോഷങ്ങളും ദുരിതങ്ങളും വേഗം വിട്ടുപിരിഞ്ഞു പോകേണ്ടതായിരിക്കുന്ന അവസ്ഥകളും ഒക്കെ ഇന്നുണ്ട്. തടസ്സങ്ങളുണ്ടെന്ന് പറയുന്നത്. അതിനെയൊക്കെ പരിഹരിക്കണം. ഒക്കെ നോക്കാം. എന്നാലും ഇത് മതി. ഇനി പൂജ അവസാനിപ്പിക്കാം കേട്ടോ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് ദക്ഷിണാമൂർത്തി ഒന്ന് തൊഴണം കേട്ടോ. ആരാധന എല്ലാവരുടെയും കയ്യിൽ വേണം.